കോൺഗ്രസിലെ ക്രൗഡ് പുള്ളറാണ് കെ മുരളീധരൻ. അരത്തിന്റെ മൂർച്ചയുള്ള വാക്കുകൾ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ശക്തൻ. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തേറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ചതിയനല്ലാത്ത ചന്തു. ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാവുന്ന കെ മുരളീധരന് ഇത്തവണ മത്സരിക്കാൻ മൂടില്ലെന്ന് പറയുന്നു. എന്തുകൊണ്ട്? കേരള രാഷ്ട്രീയം ഉത്തരം തേടുന്നു. നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഏറ്റവും ശക്തനായ KPCC പ്രസിഡന്റുമാരിൽ ഒരാളാണ് കെ മുരളീധരൻ. ഒരു കാലത്ത് സ്ട്രോക്ക് വന്ന് തളർന്നുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുനർജനി യോധി കേരള രാഷ്ട്രീയത്തിൻ്റെ ദീപസ്തംഭമാക്കി മാറ്റിയ ലീഡറുടെ ഏക മകൻ. എണ്ണിപ്പറയാവുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ. ഇങ്ങനെ പല പല വിശേഷണങ്ങൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന കെ മുരളീധരന് നിർണായകമായ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാവും. എന്തായിരിക്കും അത്? കോൺഗ്രസിലെ സാധാരണ അണികൾ അതിനുത്തരം തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനുത്തരം കണ്ടെത്തണമെങ്കിൽ ഇത്തിരി പിന്നോട്ട് നടക്കണം. ലീഡർ കെ കരുണാകരൻ്റെ പ്രതാപകാലത്താണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിലെത്തുന്നത്. സേവാദളിൻ്റെ ചെയർമാനായി ഇരിക്കെയാണ് കോഴിക്കോട് പാർലമെന്റ് സീറ്റിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. ശക്തനായിരുന്ന പരേതനായ MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി ആദ്യ തവണ തന്നെ വിജയം കൊയ്തു. തുടർന്ന് പലതവണ MP ആയി. 2001 AK ആന്റണി വൻ ഭൂരിപക്ഷത്തോടെ സംസ്ഥാന മുഖ്യമന്ത്രിയായപ്പോൾ മുരളീധരൻ KPCC പ്രസിഡന്റായി. കേരളം കണ്ട ഏറ്റവും നല്ല KPCC പ്രസിഡന്റുമാരിൽ ഒരാളാകാൻ ചുരുങ്ങിയ കാലം കൊണ്ട് കെ മുരളീധരന് കഴിഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൻ്റെ നെറുകയിലിരിക്കെയാണ് മുരളീധരൻ ആദ്യം ചൂടുപിഴച്ചത്. മന്ത്രിയാകാൻ മോഹം കലശലായപ്പോൾ ആന്റണി മന്ത്രിസഭയിൽ വിദ്യുശക്തി മന്ത്രിയായി സ്ഥാനമുറപ്പിച്ചു. MLA അല്ലാതിരുന്നതുകൊണ്ട് വടക്കാഞ്ചേരി അസംബ്ലി സീറ്റിൽ മത്സരിച്ചു. AC മൊയ്തീനോട് പരാജയപ്പെട്ടു. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നിർണായക സന്ധ്യയായിരുന്നു. കോൺഗ്രസ് പിളർന്നു. DIC രൂപീകരിക്കപ്പെട്ടു. മുന്നണി മാറി ഇടതു മുന്നണിയിലെത്തി. DICയുടെ വോട്ട് വാങ്ങി പെട്ടിയിലിട്ടെങ്കിലും മുന്നണിയിൽ അംഗമാക്കാൻ LDF തയ്യാറായില്ല. തുടർന്നാണ് MCPയിൽ ലയിച്ചു. എന്നിട്ടും LDFൽ ചേർത്തില്ല. കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ തിരിച്ചെത്തി. എതിരാളിയുടെ കോട്ട പൊളിച്ച് വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകേണ്ടതായിരുന്നു. വടക്കാഞ്ചേരിയിൽ ആരംഭിച്ച പിൻകുത്ത് തുടർന്നു. മന്ത്രിസഭയിൽ കയറ്റിയില്ല. താൻ വളർത്തിക്കൊണ്ട് വന്നവർ വരെ മന്ത്രിയാകുന്നു നോക്കി നിൽക്കേണ്ടി വന്നു. 2016 വീണ്ടും ജയിച്ചു. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ CPMന്റെ വടകര കോട്ട പൊളിക്കാൻ പാർട്ടി നിയോഗിച്ചു. ഉറുമിയും ചുരികയുമായി വടകരയ്ക്ക് പോയി. കോട്ട പൊളിച്ചു, ജയിച്ചു. 2021 BJPയുടെ നേമം കോട്ട പൊളിക്കാൻ പാർട്ടി നിയോഗിച്ചു. BJPയുടെ കൈവശമുണ്ടായിരുന്ന നിയമസഭാ അംഗത്വം തട്ടിത്തെറിപ്പിക്കാനായെങ്കിലും മുരളീധരന് വിജയിക്കാൻ കഴിഞ്ഞില്ല. പകരം V ശിവൻകുട്ടി ജയിച്ച് മന്ത്രിയായി. പാർട്ടി മുരളീധരനെ നിലം തൊടിയിച്ചില്ല. 24 സിറ്റിംഗ് MP സ്ഥാനം നൽകിയ വടകര വിട്ട് തൃശ്ശൂരിൽ മത്സരിക്കാൻ പറഞ്ഞു. മത്സരിച്ചു. അനുഭവം നേമത്തേതായിപ്പോയി. കടിച്ചതും പിടിച്ചതും നഷ്ടപ്പെട്ടു. തൃശ്ശൂരിൽ തന്നെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് മുരളീധരൻ തിരിച്ചറിഞ്ഞു. അത് വിളിച്ചു പറഞ്ഞു. ഊരുചുറ്റലുകൾക്ക് ശേഷം തിരിച്ച് വട്ടിയൂർക്കാവിലെത്തി. അപ്പോഴേക്കും അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി മാറിയിരിക്കുന്നു. എതിരാളികൾ ശക്തരായി. കോൺഗ്രസ് 3ാം സ്ഥാനത്തായി. ഇപ്പോഴും മുരളീധരന് താല്പര്യം വട്ടിയൂർക്കാവിനോടാണ്. പക്ഷേ ചില ആശങ്കകൾ അദ്ദേഹത്തെ വട്ടം ചുറ്റുന്നു. ഇപ്പോഴും കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ എതിരാളികൾ ശക്തരാണ്. തൃശ്ശൂരിലെ പിൻകുത്ത് വട്ടിയൂർക്കാവിൽ ആവർത്തിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്തായിരിക്കുന്ന കോൺഗ്രസിന്റെ പരാജയം ദയനീയമായിരിക്കും. മാത്രമല്ല, സംസ്ഥാനത്തെ BJPയുടെ ഏറ്റവും വലിയ ശത്രു കെ മുരളീധരനാണെന്ന് അദ്ദേഹത്തിനറിയാം. കാത്തുകാത്ത് കൊതിച്ച് കയ്യിൽ കിട്ടിയ നിയമ സീറ്റ് തങ്ങളിൽ നിന്ന് തട്ടിയെറിഞ്ഞതിൽ മുരളീധരനുള്ള പങ്ക് BJPക്ക് അറിയാം. അതിന് പകരം അവർ തൃശ്ശൂർ തീർത്തെങ്കിലും വൈരാഗ്യം അടങ്ങിയിട്ടില്ല. സ്വന്തം സഹോദരിയെ വരെ BJPയിൽ എത്തിച്ച് അവർ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നു. മുരളീധരൻ എവിടെ മത്സരിച്ചാലും അവർ പകരം വീട്ടും. പ്രത്യേകിച്ചും BJP കോട്ടയായ വട്ടിയൂർക്കാവിൽ. അതിനവർ എന്തും ചെയ്യും. ഇപ്പുറത്ത് LDFന്റെ നേർശത്രു കോൺഗ്രസ്സാണ്. BJPക്ക് സീറ്റ് കിട്ടിയാലും കോൺഗ്രസിന് സീറ്റ് കുറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് LDFും എന്തും ചെയ്യും. ഒപ്പം അന്തരീക്ഷത്തിൽ പരന്നിരിക്കുന്ന അന്തർധാര സംശയങ്ങൾ. BJPയും CPMും തമ്മിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒരു അന്തർധാരയുണ്ടെന്ന് മുരളീധരൻ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു. അത് വർക്കൗട്ടായാൽ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പരാജയം മണക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ മൂലം വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ലെന്ന തോന്നൽ മുരളീധരനെ ഭയപ്പെടുത്തുന്നു. വട്ടിയൂർക്കാവിലും കൂടി പരാജയപ്പെട്ടാൽ തുടർച്ചയായ 3ാം തോൽവി എത്ര വലിയ ശക്തിൻ്റെയും അടിത്തറ അതിളക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമാകാൻ അത് മതി. മുൻപ് പലരുടെയും അനുഭവം അത് തെളിയിച്ചിട്ടുമുണ്ട്.
എല്ലാം ചേർന്ന് വരുത്തുന്ന ആശങ്കകൾ വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹത്തെ പിന്നോക്കം വലിക്കുന്നു. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇതാണെന്ന് പറയപ്പെടുന്നു. മറ്റ് പല മണ്ഡലങ്ങളിലേക്കും അണികൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുമുണ്ട്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം നിർണായകമാണ്. ഒപ്പം അവിടുത്തെ വിജയസാധ്യതയും അദ്ദേഹത്തിന് കണക്ക് കൂട്ടേണ്ടതുണ്ട്. എല്ലാം കൂടി ഒത്തുവന്നാൽ മാത്രമേ മത്സര രംഗത്തേക്ക് അദ്ദേഹം ഇത്തവണ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.